ഹായ് മുത്തുമണീസുകളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിങ്ങനെ പാസ്ബുക്ക് എന്താ എടുത്ത് നോക്കണതെന്നല്ല എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും കേട്ടോ. അതെന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ലോൺ എടുത്തിന്, നമ്മൾ ആധാരം വെച്ചിട്ട് ഒരു ഹൗസിങ് ലോൺ എടുത്തിന്. നമുക്ക് വീടിനോട് അതിയായ ഒരാഗ്രഹം, ഒരു വീട് ഉണ്ടാവുക എന്ന്, ചോരാത്തൊരു വീട് എന്ന് വിചാരിച്ചാട്ടെ. അങ്ങനെ നമ്മൾ ലോൺ എടുത്തിട്ടാണ് നമ്മളും വീട് വെച്ചിനത്. അത് മാസം 10-ാം തീയതി ആകുമ്പോഴത്തേനും നമുക്കൊരു ടെൻഷനാണ്, ഇത് അടക്കണമല്ലോ, എവിടുന്നാണ് എന്താണെന്നൊക്കെ. നമ്മൾ പ്രതീക്ഷിക്കും പോലെ ഒന്നും അല്ല കേട്ടോ. ലോൺ എടുത്ത് നമ്മൾ വീടുണ്ടാക്കിയാൽ കഴിയണതും വീടില്ലെങ്കിലും വേണ്ടില്ല, ലോൺ എടുത്തൊന്നും ആരും വീടുണ്ടാക്കിയത്. ഞാൻ എൻ്റെ അനുഭവമാണ് ഇത് പറയുന്നത്. നമുക്ക് അടക്കാൻ കഴിയുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളൊക്കെ പോയി ലോൺ എടുക്കുന്നതൊക്കെ. നമ്മളെ കയ്യിലുള്ള നമ്മുടെ സാമ്പത്തികത്തിനനുസരിച്ചിട്ട് തന്നെയായിട്ട് എടുത്തിനത്. അത്യാവശ്യം കുഴപ്പമില്ല, ഞങ്ങൾക്ക് അടക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. പിന്നെ ലോണിനെ പറ്റിയുള്ളതൊന്നും അറിയണില്ല കേട്ടോ. എങ്ങനെ നമുക്ക് അതിനെ പറ്റി അറിയില്ലേണ്. നമ്മളിങ്ങനെ മാസം അടക്കുന്ന പൈസ നമുക്ക് മുതലിലേക്ക് പോകും എന്നുള്ളൊരു ഉദ്ദേശമാണ് കേട്ടോ ഞങ്ങളെ ഉണ്ടായിരുന്നത്. അടക്കാൻ തുടങ്ങിയാലാണ് നമുക്ക് അറിയണത്. നമ്മൾ അടക്കുന്ന പൈസ അതിലേക്ക് ഇങ്ങോട്ട് കാണാതെ ആകുമ്പോൾ ഭയങ്കരമുള്ളൊരു ടെൻഷൻ ഉണ്ടല്ലോ. ബാങ്കിൽ ഇങ്ങോട്ട് പോയി വരുമ്പോഴാണ് ആ ടെൻഷന്. നമ്മൾ ആദ്യത്തിലൊക്കെ നമുക്കൊരു വീട് എന്ന സ്വപ്നമാണ്. വീടായി വെക്കുമ്പോൾ വേണ്ടില്ലേണി വീട് എന്ന് വിചാരിച്ച്. ഏതായാലും പറഞ്ഞിട്ട് കാര്യമല്ല, നമ്മൾ ചെയ്തു പോയൊരു തെറ്റാണല്ലോ. നമുക്ക് അടിച്ചേ പറ്റുള്ളൂ. പ്രതീക്ഷിക്കും പോലല്ല വരുന്നത്. ലോൺ എടുത്തപ്പോഴാണ് പിന്നെ ഓരോ പ്രയാസങ്ങൾ ഇങ്ങോട്ട് വന്ന്, അസുഖം കാര്യങ്ങളൊക്കെ. അപ്പം നമ്മളെ ലോണുകൾ കുറേ അങ്ങോട്ട് പെൻഡിങ്ങിലായി പോയിട്ടോ. അൽഹംദുലില്ലാ ഇപ്പോൾ ഒക്കെ ഒന്ന് റെഡിയാക്കി കൊണ്ടുവന്ന് ഒക്കെ ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ സെറ്റാക്കി ഇങ്ങനെ അടക്കുന്നുണ്ട്. മാസം ആകുമ്പോഴത്തേനും നമ്മളെ കയ്യിലില്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും തിരിഞ്ഞ് നമ്മൾ ഈ ലോണിപ്പം അടയ്ക്കലുണ്ട് കേട്ടോ. അടിച്ചില്ലെങ്കിൽ നമുക്ക് അതിനാട്ടിയും വലിയൊരു പണി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാട്ടെ. അപ്പോൾ ഇതുപോലൊക്കെ ഒരുപാട് ആൾക്കാർക്ക് പറ്റിയിട്ടുണ്ടാവും കേട്ടോ. നമുക്ക് അടക്കാൻ കഴിയുന്നുള്ള പ്രതീക്ഷയെ പോയി എടുക്കുന്നതാണ്. അപ്പോഴത്തേനും നമുക്ക് വേറെ എന്തെങ്കിലും ഇതിനാട്ടി വലിയ പ്രയാസങ്ങൾ വരും. അപ്പം നമുക്ക് അടവടക്കാൻ കഴിയൂല, പണിയും കാര്യങ്ങളും കുറയും. അപ്പോൾ ഇനി ആരും അങ്ങനെ ഒന്നും ഹൗസിങ് ലോണൊന്നും എടുത്തിട്ടൊന്നും വീട് വെക്കരുത്. നമ്മൾ അതിനും നല്ലതാണ്, ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് നമ്മൾ വലിയൊരു കുറി കൂടുക. കുറി കൂടിയിട്ട് ആ കുറി കിട്ടുമ്പോൾ നമുക്ക് അതിനോട് വെച്ചിട്ട് ഇങ്ങനെ വീടുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഈ പലിശയും കാര്യങ്ങളൊന്നും പെടൂല. അതൊന്നും നമ്മളറിയില്ല. ഒറ്റയടിക്ക് നമുക്ക് ആധാരം വെക്കുമ്പോൾ വേഗം നമുക്ക് പൈസയും കാര്യങ്ങളും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും അതിൻ്റെ ഓടുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയാം, കുറിയാണ് ഏറ്റവും നല്ലത്. ഇനി പറഞ്ഞിട്ട് കാര്യമല്ല. അപ്പം ഞാനിന്നെ ഇത് പോയി മാസം അടക്കാനുള്ള പൈസൻ്റെ ഈ സ്ലിപ്പ് ഞാൻ ഇവിടേക്ക് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ, വീട്ടിൽ കൊണ്ടുവന്നതാണ്. അപ്പം നമുക്ക് ഇവിടുന്ന് എഴുതിയിട്ട് നമുക്ക് അവിടേക്ക് വേഗം ബാങ്കിൽ പോയിട്ട് ക്യൂ നിൽക്കണ്ടല്ലോ. ഇവിടുന്ന് തന്നെയൊക്കെ റെഡിയാക്കി കൊണ്ടുപോയാലും നമുക്ക് അവിടെ വേഗം പോയി പൈസ അടക്കാം. ബാങ്കിൽ പൈസ അടിച്ച് ഇങ്ങോട്ട് പോരുമ്പോഴാണ് മക്കളെ ടെൻഷന് വരിക. നമ്മളെ പാസ്ബുക്ക് ഇങ്ങോട്ട് തുറന്നു നോക്കുമ്പോണ്ടല്ലോ നെഞ്ഞത്തുനിന്ന് ഒരു പടപടാന്ന് പറഞ്ഞൊരു പടക്കലാണ്. കാരണം എന്താണ്, നമ്മൾ പാസ്ബുക്ക് തുറന്നു നോക്കുമ്പോൾ ഉണ്ടാവും അതിൽ നമ്മളെ അടിച്ചതിൻ്റെ 3/4 ഭാഗവും പലിശയ്ക്കാണ് പോയിട്ടുണ്ടാവുക. 1/4 ഭാഗമേ ഉണ്ടാവുള്ളൂ നമ്മളെ മുതലേക്ക്. ഇനി പറഞ്ഞിട്ട് കാര്യമല്ല, എന്ത് ചെയ്യാൻ, നമ്മൾ എടുത്തു പോയതല്ലേ, അടിച്ചേ പറ്റുള്ളൂ. ഇനി അങ്ങനെ കുറഞ്ഞ് വരും. എല്ലാവരും ലോണും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സലാമത്താവട്ടെ. ഇനി പ്രാർത്ഥിക്കാം. ഇനി ആരും ഇതുപോലത്തെ ഒരു തെറ്റ് ചെയ്യരുത് കേട്ടോ. ഇനി ഞാൻ മേലാലൊരു ലോൺ എടുക്കൂല എന്നുള്ളത് പ്രതിജ്ഞ ചെയ്തു പോയിന്. ലോൺ എടുക്കും ചെയ്യൂല. ഇനി അഥവാ ആധാരം കിട്ടി എടുത്താൽ ഒരാൾക്ക് കൊടുക്കും ചെയ്യൂല. ഇതെന്താണ്, നമ്മളൊരു കഷ്ടപ്പാടിനോട് പറയും. ഒരാൾ നമുക്ക് ഇനി ലോൺ എടുത്തിട്ട് നമ്മളെ കാരണം കൊണ്ടൊരു ബുദ്ധിമുട്ടാവരുത്. അല്ലാതെ ഒരുപാട് ആൾക്കാർ എന്നോട് പ്രയാസത്തിലായിരുന്നു കേട്ടോ. എൻ്റെ സങ്കടവും വിഷമവും പ്രയാസവും കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ എന്നെ സഹായിച്ചാണ്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ച ലോകവും എല്ലാം കൂടി ഒന്നിച്ചായി പോയല്ലോ. എന്ത് പറയാനാ, നമ്മൾ ചെയ്തു പോയി. ഇനി നമുക്ക് അടിച്ചേ പറ്റൂ. ഇതുപോലൊക്കെ ആർക്കെങ്കിലുമൊക്കെ അനുഭവം ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഒക്കെ വീഡിയോ സലാമത്താവാൻ പ്രാർത്ഥിക്കും.